ഈ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നുണ്ട്. ചില ആളുകൾ ഇറാന്റെ ഭാഗത്ത്, മറ്റു ചിലർ ഇസ്രായേൽ അമേരിക്കയുടെ ഭാഗത്ത്. ഒടുവിൽ അമേരിക്ക മുട്ടുമടക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഖമനേയിയുടെ മരണശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ, ഇറാനിലെ കുറെ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു, സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഖമനേയിയുടെ ചിത്രങ്ങൾ കത്തിക്കുന്നു. അങ്ങനെ ഈ ഖമനേയി ഭരണകൂടത്തിൽ ഇറാനിലെ സ്ത്രീകൾ അനുഭവിച്ച ഒരുപാട് എന്താ പറയുക, അവർ അനുഭവിച്ച യാതനകളെ കുറിച്ച് പലരും ഈ അബോർഷൻ പാടില്ല, 13 വയസ്സിൽ വിവാഹം, ജയിലിലാക്കി കഴിഞ്ഞാൽ കന്യകമാരായി അവരെ തൂക്കിലേറ്റില്ല, കാരണം കന്യകമാരായാലും അവർക്ക് സ്വർഗം കിട്ടുമെന്നുള്ള പേടി, അങ്ങനെ ഒരുപാട് യാതനകൾ ഇറാനിലെ ഈ ഷാ ഭരണകൂടത്തിന് ശേഷം വന്ന ഖമനേയി ഭരണകൂടത്തിൽ ജനങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഖമനേയിയെ വാഴ്ത്തിപ്പാടാനുള്ള, അല്ലെങ്കിൽ ആയത്തുൽ ഖമനേയി ഇറാനിലെ അത്ര വലിയ പരമോന്നത നേതാവായിരുന്നു. ഈ വാഴ്ത്തിപ്പാടലുകൾക്കിടയിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ സ്വർഗത്തിൽ പോയി ഇങ്ങനെ വിരഹിക്കാനുള്ള ആ നിലയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണോ ഖമനേയി 86 വയസ്സ് വരെ ചെയ്ത് വച്ചത്? ഖമനി വധിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ചില ആഘോഷങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ ഖമനിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് കൂടിയ ജനങ്ങളുടെ ചിത്രം കണ്ടായിരുന്നു? അതും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു കാരണവശാലും ഇല്ല. അപ്പോൾ ആ ഖമനിയുടെ ഭരണത്തിലും സ്ത്രീകൾ ഇങ്ങനെ അവിടെ ഖമനിയുടെ ഭരണത്തെയും നിലപാടുകളെയും എതിർക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു എങ്കിൽ അവിടെ കുറേ ജനാധിപത്യമോ മനുഷ്യ അവകാശമോ ഒക്കെ നിലനിൽക്കുന്നു എന്നും കൂടി നമ്മൾക്ക് വായിച്ചൂടെ? ചൈനയിലാണെങ്കിൽ ഇങ്ങനൊരു ചിത്രം വെളി വരുമോ? കൊറിയയിൽ വരുമോ? അപ്പോൾ വിഷയം ജനാധിപത്യമോ മനുഷ്യ അവകാശമോ ആയിരിക്കില്ല. ഇസ്ലാമിക മതപരമായിട്ടുള്ള ചില 1400 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ച ചില കാര്യങ്ങളുണ്ട്. അത് മതപരമായി പറഞ്ഞിരിക്കുന്നത് ലോക അവസാനം വരെയും അത് അതുപോലെ നിലനിൽക്കും. അതിന് ഭേദഗതിയില്ല. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഇപ്പം 107 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ഭേദഗതി ചെയ്യാൻ കിടക്കുന്നു? പക്ഷേ ഖുറാനിൽ എന്തില്ല? ഭേദഗതിയില്ല. അതിപ്പം ഖുറാനിലെന്നല്ല, മതഗ്രന്ഥങ്ങൾ ദൈവികമായി ഇറങ്ങുന്നതാണെങ്കിൽ അതിന് ഭേദഗതിയില്ല. അപ്പോൾ അത് പക്ഷേ നമ്മളുടെ ദൈനംദിന 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതെ. അപ്പോൾ അവിടെ വരുന്ന എന്താണ്? ഒരു മതത്തിൽ അല്ലെങ്കിൽ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങ് വിശ്വസിച്ചാൽ പിന്നെ അത് അതേപടി അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ അവിടെ മാത്രമല്ല, നമ്മളുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം കേൾക്കുന്നുണ്ട്? ഭരിക്കുന്ന മന്ത്രിമാർ തന്നെ ചിലർ പറയുന്നില്ലേ, അകത്തോട്ട് ഓക്സിജൻ എടുക്കുകയും തിരിച്ച് അതേപോലെ ഓക്സിജൻ പുറത്തോട്ടും വിടുന്ന ഒരേ ഒരു ജീവി ഏതാ? മനുഷ്യനാ. അകത്തോട്ട് ഓക്സിജൻ എടുക്കും, അത് നമ്മൾ കണ്ടില്ലേ? ഒരു മന്ത്രിയാണ് പറഞ്ഞത് അത്. അപ്പൊ അത് ഇന്ത്യയിൽ പോലും അതാണ് സാർ നമ്മുടെ മലയാളികളുടെ ഗതികേടെന്ന് പറയും. അപ്പോൾ ഏത് രാജ്യത്തായാലും ഏത് മതത്തിലായാലും അത് അതേപടി വിശ്വസിക്കുന്നവരുമുണ്ട്, വിശ്വസിക്കാത്തവരുമുണ്ട്. അത് ഇറാനിലുമുണ്ട്, ഇറാഖിലുമുണ്ട്, എവിടെയുമുണ്ട്, സൗദിയിലുമുണ്ട്. അപ്പോൾ അതാണ് ആ വിഷയം. ഇനി അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം ചെയ്തപ്പോൾ അമേരിക്ക പറയുന്നത് എന്താ? അവിടെ മനുഷ്യ അവകാശ ലംഘനം ഉണ്ടാകുന്നു, അത് പരിഹരിക്കാനാണ് ഞങ്ങൾ ചെല്ലുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ പരിസരത്ത് ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാവും, അത് അവർ തമ്മിൽ തീർത്തോളും. അടുത്ത വീട്ടുകാരൻ ചെന്ന് ഈ പ്രശ്നം എല്ലാം അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇയാളെ തീർക്കും. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. അവിടെ 95% മുസ്ലിമിൽ തന്നെ ഒരു വിഭാഗമാണ് ഷിയ എന്ന് പറയും. 5% ഈ സുന്നി എന്ന് പറയുന്നത്. ആ 5% ഈ കുർദുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പം മറ്റ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ വിചാരിക്കുന്നത് ഈ 5% തന്നെ ഒരു 10-70% കുർദുകളുള്ളൂ. അവരെ കൊണ്ട് ആഭ്യന്തര യുദ്ധമുണ്ടാക്കി ഭരണത്തെ മാറ്റാം എന്നുള്ളതാണ് ആഗ്രഹം. നടക്കുമോ? അവിടെ അമേരിക്കയ്ക്ക് അടി പതറിയോ? അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ,
ഇവിടെ ഒരു ആഭ്യന്തര യുദ്ധമുണ്ടാക്കി, അതല്ലെങ്കിൽ ഏത് രീതിയിലായാലും ഒരു ഭരണമാറ്റം ഉണ്ടാകണം. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 1953 അവിടുത്തെ ഒരു ഭരണാധികാരിയെ നമ്മളുടെ അന്നത്തെ CIA, ആ CIA ഇടപെട്ടിട്ട് ആ ഭരണാധികാരിയെ പുറത്താക്കി വേറെ ഒരു ഭരണാധികാരിയെ കൊണ്ടുവന്നു. 79 വരെ അദ്ദേഹം ഭരിച്ചു. 79 അയത്തുള്ള ഖൊമൈനി ആ അദ്ദേഹത്തെ പുറത്താക്കി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ അയത്തുള്ള ഖൊമൈനി അങ്ങോട്ട് ഭരണാധികാരി ആയതിൻ്റെ തൊട്ട് പുറകിന് എന്ത് ചെയ്തു? അമേരിക്കയുടെ എംബസിയിലെ 53 ഉദ്യോഗസ്ഥരെ, അവിടുത്തെ വിദ്യാർത്ഥികൾ 444 ദിവസം തടവിൽ വെച്ചു. അപ്പോൾ അമേരിക്ക ആ സമയത്ത് തന്നെ ഇറാഖുമായി ഈ യുദ്ധമുണ്ടായി. അന്ന് അമേരിക്ക ഇറാഖിൻ്റെ ഒപ്പമായിരുന്നു. ആ ഇറാഖിനെ പിന്നീട് ആക്രമിച്ചു സദ്ദാം ഹുസൈൻ. അപ്പം അമേരിക്കയ്ക്ക് ശാശ്വതമായിട്ട് ആരില്ല? സുഹൃത്തുക്കളില്ല. ശാശ്വതമായിട്ട് ശത്രുക്കളും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാട്. ഈ ഇറാൻ മുട്ടുമടക്കാൻ അല്ലെങ്കിൽ ഇറാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ ആക്രമിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അവിടെ ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളത് കൊണ്ട് കൂടുതൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അത് അവിടുത്തെ ഭരണകൂടത്തിനും ജനങ്ങളെയും ഒക്കെ വല്ലാതെ പ്രതിസന്ധിയിലും സമ്മർദ്ദത്തിലും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഇറാൻ ഇതിൽ നിന്ന് പിന്മാറാനോ, പ്രത്യേകിച്ച് ഇപ്പൊ അതിന്റെ നേതൃനിരയിലൊന്നും ആരുമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആയത്തുള്ള ഖമനേയി മരിച്ചു, പിന്നീടുള്ള പിൻഗാമി അദ്ദേഹത്തിന്റെ മകൻ മൊസ്തീബ് ഖമനേയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വന്നിട്ടില്ല ഔദ്യോഗികമായി. അപ്പോൾ അതിന്റെയൊക്കെ ഒരു അഭാവം ഇറാനിലുണ്ട്, ഒരു നേതൃത്വത്തിന്റെ അഭാവം ഇറാനിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി ഈ അമേരിക്കൻ പ്രതിരോധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ ഇറാൻ അടിയറവ് പറയാനുള്ള സാഹചര്യം ഉണ്ടോ? ഇറാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വെച്ചത്, എത്ര നാൾ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ നിങ്ങൾ താങ്ങില്ല, അമേരിക്ക താങ്ങില്ല എന്നാണ് പറഞ്ഞത്. പിശാചുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം ആരംഭിച്ചത് ഇറാൻ അല്ല, ഇസ്രായേലാണ്. അവിടെ നോക്കൂ, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒമാൻ മധ്യസ്ഥൻ ആ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയും, അതായത് 27-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ വെച്ച് ചർച്ച നടത്തുന്നു. അടുത്ത ചർച്ച നമ്മൾക്ക് അടുത്ത ആഴ്ച നടത്താമെന്ന് പറയുന്നു. പിറ്റേ ദിവസം ഇസ്രായേൽ ഇറാനിൽ കയറി ആക്രമിക്കുകയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും തിരിച്ചാക്രമണം. അവിടെ നേരത്തെ ധന്യ ചോദിച്ചതുപോലെ ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലൊക്കെ ആക്രമിക്കുന്നത് ശരിയാണോ? ഒരിക്കലും മിഡിൽ ഈസ്റ്റിലെ സിവിലിയന്മാരെ ഇറാൻ ആക്രമിച്ചിട്ടില്ല. അവിടെ കിടക്കുന്ന അമേരിക്കയുടെ സൈനിക താവളവും അവരുടെ കപ്പലിനെയും അതുപോലെയുള്ള യുദ്ധ സാമഗ്രികളെയുമാണ് ഇവർ ആക്രമിച്ചത്. അപ്പം അങ്ങനെ ആക്രമിച്ചാൽ അവിടെ ഒരു ചോദ്യം വരും, ഇവർക്ക് അവിടെ കൊണ്ട് ഇതൊക്കെ സ്ഥാപിക്കാൻ അവസരം കൊടുത്തോണ്ടല്ലേ? അങ്ങനെ കൊടുത്തത് തെറ്റാണ് എന്നുള്ളൊരു മെസ്സേജാണ്. ഒപ്പം ഹോർമിസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കപ്പലും പിന്നീട് അങ്ങോട്ടും പോയില്ല, ഇങ്ങോട്ടും വരില്ല. അപ്പോൾ ഇങ്ങോട്ട് എണ്ണയും വരില്ല, അങ്ങോട്ട് തിരിച്ച് ഭക്ഷ്യധാന്യങ്ങളും പോവില്ല. ഈ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ ബുദ്ധിമുട്ടും. അങ്ങനെ ബുദ്ധിമുട്ടിക്കാനും ഞങ്ങൾ വേണ്ടി വന്നാൽ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മറിച്ച് ഇസ്രായേൽ ചെയ്തത് എന്താ? സ്കൂൾ കുട്ടികളെ, പെൺകുട്ടികളുടെ സ്കൂളിനെ വരെ ആക്രമിച്ചിട്ട് ഇടപെടാൻ ആരെങ്കിലും ഉണ്ടോ? ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒക്ടോബർ 24 UNO ഡേ കാണാതെ പഠിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട്, ഒരു മാർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു സാധനമുണ്ടോ? ഉണ്ടെങ്കിൽ പോലും അതിന് വല്ല പ്രസക്തിയുമുണ്ടോ? ഇപ്പം ട്രംപിൻ്റെ ഭാര്യ മെലനിയ അവിടെ ചെന്ന് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കൊപ്പമാണ്. കുഞ്ഞുങ്ങൾക്കൊപ്പമാണെങ്കിൽ ഈ പണി ചെയ്ത ഇസ്രായേലിനെതിരെ ഒരക്ഷരം അവർ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ. അതിൽ തന്നെ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു, ഇനിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് 70% ആളുകൾ പോലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരാണ്. അതുകൊണ്ട് കൂടുതൽ ദിവസം അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പുറത്തെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്കെന്നും യുദ്ധമായിരുന്നു. അതുകൊണ്ട് അവർക്കതൊരു വിഷയവുമല്ല, അത് അവിടുത്തെ ജനങ്ങൾക്കും അതൊരു വിഷയമല്ല. അവിടുത്തെ ഭരണാധികാരികളെ ഒരു ഭയമുള്ളത് കൊണ്ട് വലിയ എതിർപ്പുകളും ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ യുദ്ധം
നീണ്ടു പോകാനാണ് സാധ്യത. പക്ഷേ നീണ്ടു പോയാൽ ഏറ്റവും ബാധിക്കുന്നത്, നമ്മളിവിടെ വളരെ സേഫാണെന്ന് പറയുന്നതിൽ 1 കോടി ഇന്ത്യക്കാർ ഈ മിഡിൽ ഈസ്റ്റിൽ കിടപ്പുണ്ട്. അതുപോലെ നമ്മളുടെ എണ്ണ ഖത്തറിൽ നിന്നാണ് വരുന്ന. ഹോർമീസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ റഷ്യയെ ആശ്രയിക്കാം. റഷ്യയുമായിട്ടുള്ള എണ്ണ വാങ്ങൽ ഇതേ ട്രംപ് പറഞ്ഞ് നമ്മൾ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയായി. വെനിസുലയെ തട്ടിക്കൊണ്ടുപോയി വെനിസുലയുടേത് വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പം അതും കിട്ടൂല. ആകെ കിട്ടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, റഷ്യ അവരെ പിണക്കുകയും ചെയ്യും. ഈ മലയാളത്തിൽ മുമ്പ് നമ്മൾ പഴഞ്ചൊല്ലായിട്ട് പറയും, കിഴക്കുന്ന് വന്നതുമില്ല ഒറ്റാലി കിടന്നതുമില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ റഷ്യയും ഇല്ല, വെനിസുലയും ഇല്ല, അമേരിക്കയും ഇല്ല. ഉള്ള പെട്രോളൊക്കെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാവുന്ന ഒരു ദുരവസ്ഥയിലാണ് രാജ്യം പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ഈ ട്രംപിന് നല്ല ബുദ്ധി തോന്നി യുദ്ധം നിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും നടക്കാത്ത കാര്യത്തെ കുറിച്ചാണ് സാറ് പറയുന്നത്. നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റും. അതെ, അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഒരിക്കലും തോന്നില്ല എന്നുള്ളത് ലോകത്തെ മുഴുവൻ ഭരണാധികാരികൾക്കും ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെങ്കിലും 1 കോടി ആളുകൾ അടക്കം ഈ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്നവർക്ക് രാജ്യത്തിനും ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവും. നമ്മൾക്ക് ഇപ്പം അമേരിക്കയോ ഇറാനോ ഇസ്രായേലോ ഒന്നും നമ്മൾക്ക് ശത്രു രാജ്യങ്ങളുമല്ല, മിത്ര രാജ്യങ്ങളുമല്ല. നമ്മൾക്ക് എല്ലാവരും തുല്യരാണ്.